ബിജെപി നേതാവ് വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ സന്ദേശം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര, ആ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ ജനവിധി, ആ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് നൽകിയ തിരിച്ചടിയാണ്. 2019 ബി.ജെ.പി. ശിവസേന സഖ്യമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ആ ബി.ജെ.പി. ശിവസേന സഖ്യത്തിൽ നിന്ന് ശിവസേനയെ അടർത്തിയെടുത്ത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളിക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി.ജെ.പിയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ എൻ.സി.പിയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തിലെ 3 തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആകെ ചർച്ച ചെയ്യേണ്ടത് പാലക്കാടാണ്. ചേലക്കര ചർച്ച ചെയ്യുന്നില്ല, വയനാട് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ചേലക്കരയിൽ വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞ വേറെ ആൾക്കാരുണ്ട്. അവർക്ക് വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും വേഗലാപത്തില്ല. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കേരളത്തിൽ ബി.ജെ.പി. വളരണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം, ആ താല്പര്യമാണ് നിങ്ങളെ ഇതുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സന്തോഷം. ആ ചർച്ച ചെയ്തോളൂ. ജനങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബി.ജെ.പിയെ വളരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്നും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൃഷ്ണകുമാറിനെയും അതോടൊപ്പം കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരനും അതോടൊപ്പം തന്നെ എൻ ശിവരാജനും രംഗത്ത് വന്നിരുന്നു. അവർ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി ഉള്ളിലായിരുന്നു എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഈ തോറ്റതിന്റെ ഈ പ്രശ്നം ഇനി ഞങ്ങളുടെ തലയിൽ വെക്കേണ്ട എന്നാണ് അവർ. അതായത് ഒരു കാര്യം, നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചിട്ടാണ് അവരെന്ത് ഉത്തരമാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ഉത്തരം പറയിപ്പിക്കാൻ. അതുകൊണ്ട് അതല്ല, ഞാനത് പൂർത്തിയാക്കട്ടെ. ഞാനത് പൂർത്തിയാക്കണമല്ലോ. കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പോലെ എനിക്ക് മറുപടി പറയാനുള്ളൊരു അവകാശമില്ലേ. കാരണം ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ പറയുന്നതിനെ ഒരു വാക്ക് അടർത്തിയെടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പല ആളുകളും. മാധ്യമങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പല ആളുകൾ. കാരണം ബി.ജെ.പിയോട് നിങ്ങളുടെ പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട്, അതുകൊണ്ട് ബി.ജെ.പിയോട് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം അടർത്തിയെടുത്തി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ബി.ജെ.പിയുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും 40 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും. ഇത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രം മാധ്യമങ്ങളോട് ചർച്ച ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ ഇത് എന്നാ പിന്നെ അമ്മയെ തല്ലുന്നത് നിർത്തി എന്നുള്ളത് പോലത്തെ ചോദ്യമാണ്. എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അല്ല, അതുകൊണ്ട് വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.